അപ്പോൾ നമുക്കിപ്പോഴും ഉള്ളത് പരമ്പരാഗതമായ ചില മിനിസ്ട്രികളാണല്ലോ. അതേസമയം നമ്മൾ മറ്റ് ചില രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ അത് UAE ആയിക്കൊള്ളട്ടെ, ചൈന ആയിക്കൊള്ളട്ടെ, എസ്റ്റോണിയ പോലെയുള്ള ചെറിയ രാജ്യങ്ങളായിക്കൊള്ളട്ടെ, അവിടെ സ്പെസിഫിക് മിനിസ്ട്രീസ് ഉണ്ട്. നമ്മുടെ ആധുനിക കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് അത് മിനിസ്ട്രി ഓഫ് AI ആണെങ്കിലും, മിനിസ്ട്രി ഓഫ് ക്ലൈമറ്റ് ഡിഫറൻസ് ആണെങ്കിലും, മിനിസ്ട്രി ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിലും, മിനിസ്ട്രി ഓഫ് മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും, അങ്ങനെ ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്പെസിഫിക് ആയിട്ടുള്ള മിനിസ്ട്രീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ മിനിസ്ട്രികളിലും ഇതേപോലെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാറ്റം ആവശ്യമല്ലേ? അങ്ങനെ ഒരു അപ്കമിങ് ഇയേഴ്സിലെങ്കിലും നമ്മുടെ മിനിസ്ട്രീസ് ഒന്ന് ആധുനിക കാലത്തിനനുസരിച്ച് ഓറിയൻറ്റേഷൻ നടത്താൻ ആവശ്യമല്ലേ നടത്തേണ്ടത്? ഉണ്ട്, തീർച്ചയായും. ഈ ക്യാമ്പയിനിൽ തന്നെ UDF മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യരുടെ വെൽബീയിങ് ആണല്ലോ ഒരു സ്റ്റേറ്റ് എൻഷ്യൂർ ചെയ്യേണ്ടത്. ആ വെൽബീയിങ്ങിന് സമയാസമയങ്ങളിൽ അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം കൃഷ്ണ പറഞ്ഞതുപോലെ ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്, ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിൽ ആ രീതിയിലൊക്കെ ഇവിടെയും വരും. അത് പരമാവധി ഈ സമയങ്ങളിലൊക്കെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫോക്കസ് കൂടിയാണത്. എന്ത് വന്നാലും ഈ നാഷൻ്റെ ഒരു വെൽബീയിങ് എന്ന് പറയുന്നത് അവിടുത്തെ സിറ്റിസൻ്റെ വെൽബീയിങ്. സോ മലയാളികളുടെ വെൽബീയിങ് ആണ് നമ്മുടെ ഈ എല്ലാ പ്രവർത്തനത്തിൻ്റെയും ഫോക്കസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.